ഇന്ന് നമുക്ക് ബിദറിലെ ഒരു വൈകുന്നേര കാഴ്ച കണ്ടാലോ. ഞങ്ങൾ അവിടെ ആയിരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച പിന്നെ ഒരു ഉറക്കമുണ്ട് എൻ്റെ മക്കളെ. വേറെ പണിയൊന്നും ഇല്ലല്ലോ, കിടന്നുറങ്ങും. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കലും ഉറങ്ങലൊക്കെ തന്നെയല്ലേ പണി. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മക്കൾ ഈ കൂട്ടിലിട്ട കിളികളെ പോലെ ഇങ്ങനെ ഇരിക്കും കിടക്കുകയൊക്കെ അല്ലേ. അപ്പോൾ അവർക്കൊരു എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങും. ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഇറങ്ങുക. അപ്പോൾ മുന്നിലത്തെ വ്യൂ ആട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഷട്ടിലൊക്കെ മക്കൾ കളിക്കാറുണ്ട് കേട്ടോ. ആ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പം ഞാൻ വീഡിയോ എടുത്തതാണ്. നമ്മൾ പിന്നെ വീഡിയോ എടുക്കാൻ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാറില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാൻ. പിന്നെ നല്ല നല്ല വീഡിയോസ് കയ്യിൽ നിന്ന് മിസ്സാകുമ്പോൾ ഒരു സങ്കടമാണ്. അതായത് എനിക്ക് എൻ്റേത് നല്ലതെന്ന് തോന്നുന്നത് കേട്ടോ. എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ബിദറിലെ വൈകുന്നേരം. അങ്ങനെ അവർ നടക്കാൻ ഇറങ്ങിയത്. അടുത്ത് കണ്ടോ റോഡ്, ഇവിടെ ഇങ്ങനെ ഓപ്പൺ സ്പേസ്, അവിടെയൊക്കെ നിറച്ച് പന്നികൾ വന്ന് നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോഴൊന്നും നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ മക്കൾ അമ്മേൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കളിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇരിക്കുന്നുണ്ട്. കിട്ടിയ ചാൻസ് മുതലാക്കുമെന്ന് കേട്ടിട്ടില്ല. അതുപോലെ മക്കൾ പോയി 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 ലാസ്റ്റ് റോഡിൻ്റെ അവിടെ എത്താനായിട്ടോ. എപ്പോഴും വണ്ടികളൊന്നും പോവില്ല, എന്നാലോ വലിയ തിരക്കില്ലാത്ത രീതിയിൽ വണ്ടികൾ പോകും ചെയ്യും. പിന്നെ നമുക്ക് ഈ നായ്ക്കളെയും പന്നികളാണ് മെയിനായിട്ട് പേടിക്കേണ്ടത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ നിന്നിരുന്ന വീട്. നല്ല നല്ല തണുപ്പായിരുന്നു കേട്ടോ അവിടെ. അതായത് ഭയങ്കര ചൂടില്ല, എന്നാലും അത്യാവശ്യം നല്ല തണുപ്പ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് എന്താ പറയുക, സഹിക്കാൻ പറ്റുന്നൊരു തണുപ്പായിരുന്നു കേട്ടോ അവിടെ. പിന്നെ എൻ്റെ മോനക്കാണെങ്കിലോ ചെറുത്തിന് എപ്പോഴും ജലദോഷവും കഫക്കെട്ടും ആയിരുന്നു. അവിടെ എത്തുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ദൈവമേ എന്താകുമോ എന്തോ എന്നുള്ളത്. പക്ഷേ ദൈവം സഹായിച്ച് എന്താ പറയുക, അവിടുന്ന് ട്രെയിനിൽ പോകുമ്പോഴാവട്ടെ, അവിടെ നിന്നപ്പോഴാവട്ടെ, അവിടുന്ന് തിരിച്ചു വന്നിട്ടാവട്ടെ, ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല കേട്ടോ. അതന്നെ വലിയൊരു ആശ്വാസം. ഇവിടെ ഞങ്ങൾ നിന്ന ഏരിയയുടെ ആ ഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്കവാറും താഴത്തെ നില വാടക കൊടുക്കും, മുകളത്തെ നിലയും വാടക കൊടുക്കും. നടുവത്തെ നിലയിലാവും ഓണറും ഫാമിലിയൊക്കെ താമസിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഒരു ഇതിൽ തന്നെയാണ് ഞങ്ങളും താമസിച്ചിരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ആട്ടോ ഈ കാണുന്നത്. ഏറ്റവും താഴത്തെ ഇതിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. അവിടെ അച്ഛൻ നിൽക്കുന്നുണ്ട്, അവിടെ അമ്മ ഇരിക്കുന്നുണ്ട്, മക്കളിവിടെ ആഘോഷപൂർവ്വം കളിക്കുന്നുണ്ട്. ഒന്നാമത് ഞങ്ങളൊക്കെ അവിടെ ഉള്ളതിൻ്റെ ഒരു ധൈര്യം അഹങ്കാരം കൂടെയാണ് അവരുടെ ആ കളി കേട്ടോ. അല്ലെങ്കിൽ അവരും അല്ലാതെ ഇറങ്ങുമൊന്നുമില്ല. പിന്നെ കുറച്ച് അധികം നേരം അവർ കളിച്ചു കേട്ടോ അവിടെ നിന്നിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ അകത്തേക്ക് അവരെ കയറ്റി. പിന്നെ ഗേറ്റ് അടച്ചപ്പോൾ പിന്നെ അവർ സേഫ് ആയല്ലോ. പിന്നെ വൈകിട്ട് നമുക്ക് അല്ലറ ചില്ലറ പണികളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗേറ്റ് അങ്ങോട്ട് അടച്ചിട്ട് പിന്നെ ഞങ്ങൾ പുറത്തും അകത്തൊക്കെ ആയിട്ട് നിന്നിട്ട് ഓരോ പണികളൊക്കെ അങ്ങോട്ട് തുടങ്ങി. ഭയങ്കരമായ നമ്മുടെ നാട്ടിലുള്ള അത്ര പണിയൊന്നും പറയാനില്ല കേട്ടോ, എന്നാലും അല്ലറ ചില്ലറ പണികളുണ്ടാകുമല്ലോ. ഏട്ടൻ വരാൻ പൊതുവെ ഒരു 7 മണി 7:30 ഒക്കെ കഴിയാറുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ഇന്ന് നമുക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന്. പിന്നെ നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഹോട്ടലുകൾക്കൊക്കെ. അപ്പോൾ ഏട്ടൻ വരുന്ന ആ സമയമായപ്പോഴേക്കും ഞാൻ മാറ്റി നിന്നു. കാരണം പൊതുവേ എൻ്റെ മാറ്റിലാണ് കഴിയാത്തത്. അപ്പോൾ ഞാൻ വേഗം മാറ്റി നിന്നു. പിന്നെ മക്കളത് വേഗം കഴിയുമല്ലോ, അവർക്കൊരു പാൻസോ ഷർട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും നടന്ന് പോയി കേട്ടോ. ഞങ്ങളെല്ലാവരും ഒന്നും നടന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം അൻവി അജു ഏട്ടൻ്റെയും അഭയിൻ്റെയും തോളത്തായിരുന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പറയുമ്പോൾ ഒരു 8:30 ആ സമയമൊക്കെ ആവുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് മമ്മൂസ് അറേബ്യൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു മന്തി കഴിക്കുക എന്നുള്ളത്. ഇത് ഞാൻ ഷോർട്സൊക്കെ ആയിട്ട് ഇട്ടിരുന്നു. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ മന്തി കഴിക്കാൻ പോയി. അവിടെ ഇങ്ങനെ നിലത്തിരുന്നിട്ടാട്ടോ ഭക്ഷണം കഴിക്കുക. നിലത്ത് വെച്ച് വെറും നിലയല്ല, നല്ല അടിപൊളിയായി സെറ്റപ്പ് ആക്കിയിട്ട് വിരിപ്പൊക്കെ വിരിച്ച് സോഫ സെറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ അവിടെ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അച്ഛനും അമ്മയ്ക്കും പിന്നെ മന്തി വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ ബിരിയാണി പറഞ്ഞു. അഭയ് പിന്നെ വെജാണ് കഴിക്കുക. അപ്പോൾ അവൻ എന്തൊക്കെയോ സംഭവം അവനും ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങളെ കാത്തിരിപ്പിൻ്റെ ശേഷം ഞങ്ങൾ സ്റ്റാർട്ടർ എത്തിയിട്ടോ. സത്യം വേണമെങ്കിൽ സ്റ്റാർട്ടർ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പൊതുവെ എനിക്ക് കോളിഫ്ലവറിൻ്റെ സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഡിഷസൊക്കെ. അങ്ങനെ ഇതും കോളിഫ്ലവറിൻ്റെതായിരുന്നു, പക്ഷെ നല്ല ഉപ്പായിരുന്നു കേട്ടോ. നല്ല ഉപ്പെന്ന് വെച്ചാൽ മാരകുപ്പ്, വായിൽ വയ്ക്കാൻ പറ്റില്ല. പക്ഷേ ആ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് കുറച്ചേ കഴിച്ചുള്ളൂ, പിന്നെ ഞങ്ങൾ അതവിടെ വെച്ചു, കാരണം വെറുതെ ഉള്ള ഉപ്പൊക്കെ വാരി വലിച്ച് കയറ്റണ്ടല്ലോ. അങ്ങനെ ഇതേ ഒടുവിൽ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡ് വന്നാൽ പിന്നെ ഒരു കടലാക്രമണമാവുമല്ലോ, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. മക്കൾക്കും പൊതുവേ മന്തി ഇഷ്ടമാണ്. അപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ കൂടി കുറച്ചധികം ഫുഡ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കഴിച്ച് മടുത്തൊരു കിളി പോയി എന്ന് പറയാം. പിന്നെ ഇവിടുന്ന് അതുവരെ വീണ്ടും നടക്കണ്ടേ എന്നുള്ളൊരു സങ്കടമായിരുന്നു. പിന്നെ ഈ നമ്മൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചാൽ പിന്നെ അതിൻ്റെ കൂടെ ഉള്ളതാണല്ലോ ഒരു 7up കുടിക്കൽ. അങ്ങനെ ഒരു 7up ഒക്കെ കുടിച്ച് വയറൊക്കെ ഒന്ന് സെറ്റാക്കിയതിൻ്റെ ശേഷമാണ് അവിടെ നിന്ന് എണീറ്റത്. നമ്മൾ മലയാളികളെന്ന് പറഞ്ഞപ്പോൾ അവർ റിവ്യൂ ഒക്കെ ചോദിക്കാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ നല്ല റിവ്യൂ ഒക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റാർട്ടറിൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു, അതൊഴിച്ചാൽ ഫുഡ് സൂപ്പറായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ മന്തിയൊക്കെ പോലെ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മമ്മുകാക്കാനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി.
നടന്നു പോകുമ്പോൾ ചെറിയ രീതിയിലുള്ള തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളത് വളരെ എൻജോയ് ചെയ്തിട്ടാണ് പോയത്. വേറെ മാർഗ്ഗമില്ല, നമുക്ക് എന്തായാലും നടന്നിട്ട് തന്നെ എത്തണം. കാരണം ഓട്ടോ വിളിക്കാൻ പോലുള്ള വഴിയുമില്ല, എന്നാലും നടക്കാനുണ്ട്. ആ ഒരവസ്ഥയായിരുന്നു. ഇത് കണ്ടോ, ഒരാൾ നായ്ക്കൾക്ക് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തീയൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്നു. എത്ര നായ്ക്കളല്ലേ അതിന് ചുറ്റും ഇരിക്കുന്നത്. അയാൾ എന്ത് കൂളായിട്ടിരിക്കുന്നത്. നല്ലൊരു മനുഷ്യ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.